ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഉമ്മറത്തിരുന്ന് കരയുന്നതാണ്. അപ്പോൾ സച്ചി വരികയും സച്ചി വന്നിട്ട് നമ്മുടെ രേവതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് രേവതി ഇങ്ങനെ കരയുന്നതെന്ന്. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, നമ്മുടെ പൂക്കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയിന്ന്. അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചിയിട്ട. അപ്പോൾ ആരോ പരാതി കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ പൂക്കട എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി കരയാണ്. അപ്പോൾ അങ്ങനെ സച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുണ്ട് നമ്മുടെ രേവതി. എനിക്ക് സച്ചിയേട്ടൻ സ്നേഹത്തോടെ സമ്മാനിച്ചതല്ലേ ആ പൂക്കട, അത് പോയി. അപ്പോൾ ഞാനൊന്ന് നിവർന്ന് നിന്നതായിരുന്നു, അതെല്ലാം കൈവിട്ടു പോയി എന്നൊക്കെ ആകെ വിഷമിച്ച് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചിക്കായാലും ഭയങ്കര വിഷമം ആവുന്നുണ്ട്. പിന്നീട് സച്ചി അകത്ത് ചെന്ന് രവിയോടും ചന്ദ്രമതിയോടും ശ്രുതിയോടൊക്കെ ഈ കാര്യം പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇത് ഞാൻ അറിഞ്ഞു മോനെ, ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു ഇതാരാണ് പരാതി തന്നതെന്നൊക്കെ, പക്ഷെ അവർ പേര് പറയുന്നില്ല. അപ്പോൾ സച്ചി പറയാണ്, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടില്ല, അവരുടെ അവസാനം ആയിരിക്കും എന്നൊക്കെ സച്ചി പറയാണ്. അങ്ങനെ നമ്മുടെ രേവതിയുടെ പൂക്കട പോയതിന് പിന്നിൽ ചന്ദ്രമതിയും ശ്രുതിയും ആണല്ലോ. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടാണ് നമ്മുടെ രേവതിയുടെ പൂക്കട പോയതിൽ. ആ സമയത്ത് ചന്ദ്രമതി നമ്മുടെ രേവതിനെയും ശ്രുതിനെയും കൂടെ കമ്പയർ ചെയ്തും കൊണ്ട് പറയാണ്, ശ്രുതിക്ക് അതിനുള്ള കഴിവുണ്ട്, അവളൊരു ബ്യൂട്ടി പാർലർ നടത്താണ്, അത് പടിപടിയായി മുന്നോട്ട് കയറി വരുന്നുണ്ട്. ഇവൾക്ക് ഈ രേവതിക്ക് ഉണ്ടല്ലോ, അവൾക്ക് ഒരു കഴിവുമില്ല. അവളുടെ പൂക്കട പോയത് കണ്ടില്ലേ, അവൾ എന്ത് ചെയ്താലും അത് നടക്കില്ല, അവൾക്ക് ഈ വീട്ടുജോലി തന്നെയാണ് നല്ലതെന്ന് പറയാണ് ചന്ദ്രമതി. ആ സമയത്ത് നമ്മുടെ രേവതിക്ക് ഒരുപാട് വിഷമം ആവുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഈ പൂക്കട ഇട്ടതിന് ശേഷമാണല്ലോ ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ആകെ വിഷമത്തിലാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രവി പറയാണ്, മോനെ സച്ചി, അവളൊന്നും കഴിക്കാതെയാണല്ലോ ഒന്ന് പോയത്, നീ അവളെ സമാധാനിപ്പിച്ച് ഭക്ഷണം എന്തെങ്കിലും കഴിപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തേക്ക് പോവാണ്. സച്ചിക്കായാലും രവിക്കായാലും മനസ്സിലാവുന്നുണ്ട് ഇതിന് പിന്നിൽ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയാണെന്ന്. അപ്പോൾ രണ്ടുപേരും ഇതിനെന്തെങ്കിലും തെളിവ് കിട്ടട്ടെ, എന്നിട്ട് വേണം ഇവരോട് ചോദിക്കാൻ എന്നും വിചാരിച്ച് നിൽക്കാട്ട. പിന്നീട് ചന്ദ്രമതിയും ശ്രുതിയും കൂടി റൂമിലേക്ക് പോവുകയും, ഇത് ശ്രുതിയുടെ ബുദ്ധിയാണല്ലോ ഈ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് തോന്നിച്ചത്, അതിന് നമ്മുടെ ശ്രുതിൻ്റെ അടുത്ത് നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും പെരുമാറാണ് ചന്ദ്രമതി. ശേഷം നമ്മുടെ രേവതി ആരോടും ഒന്നും പറയാതെ ടെറസിൽ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതിൻ്റെ പൂക്കട പോയതിൻ്റെ ആ ഒരു സമയത്തുണ്ടായ കാര്യങ്ങളും, പിന്നെ അതേമാതിരി നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് കരയാട്ട. അപ്പോൾ ആ സമയത്ത് സച്ചി വരുന്നുണ്ട്. സച്ചി ചോദിക്കുകയാണ്, എന്താ രേവതി നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്, ഞാൻ നിന്നെ എവിടെയെല്ലാം നോക്കി, നീ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. ഞാനും ഇതേമാതിരി കുറേ തളർച്ചയിൽ നിന്ന് ഇതേമാതിരി ഉയർന്നു വന്നതാണ്. അപ്പോൾ ഞാനും ഉയർന്നു വന്നില്ല, നിനക്കും ഇതിന്ന് കര കയറാൻ പറ്റും, നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ ആശ്വസിപ്പിക്കാട്ടോ സച്ചി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിനോട് പറയാണ്, എനിക്ക് വേണ്ട സച്ചിയേട്ടാന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ ഞാനും ഇന്നൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്